ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഒരു സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ. റിന്യൂവബിൾ എനർജി ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഇതിനകം പല പോളിസികളും നടപ്പിലാക്കുകയും ചെയ്തു. റിന്യൂവബിൾ എനർജി സെക്ടറിൽ തന്നെ ഏറ്റവും മികച്ച കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു സബ് സെക്ടറാണ് വിൻഡ് എനർജി സെക്ടർ. ഇന്ന് വിൻഡ് എനർജി വഴി ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഒരു രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയും വളർന്നു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ വിൻഡ് എനർജി സെക്ടറിൽ 40% വരെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സുസ്ലോൺ എനർജി. 1995 എസ്റ്റാബ്ലിഷ്ഡ് ആയ സുസ്ലോൺ എനർജി എന്ന കമ്പനി വിൻഡ് ടർബൈൻ മെയിൻ്റനൻസ്, വിൻഡ് ടർബൈൻ മാനുഫാക്ചർ, എൻ്റയർ വിൻഡ് ടർബൈൻ പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷൻ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്ത കമ്പനിയാണ്. 17ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള കമ്പനി 20,000 മെഗാവാട്ടിലധികം ശേഷിയുള്ള വിൻഡ് എനർജി പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞു. 77,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 80.19. 2024 സെപ്റ്റംബർ 12 സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്ക് 86 രൂപ എന്ന 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നിരുന്നു. 86 രൂപ എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 37% ഡിസ്കൗണ്ടിൽ 56 രൂപയ്ക്കടുത്ത് ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 23%-ലധികം കറക്റ്റ് ആവുകയും ചെയ്തു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനികളിൽ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും റിന്യൂവബിൾ എനർജി സെക്ടർ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് എമർജിംഗ് സെക്ടറായി നിലനിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് ഒപ്റ്റിമിസം ഈ സെക്ടറിനുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ വാല്യൂഷനിൽ കറക്ഷൻ വരികയും പ്രൈസ് കറക്ഷൻ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് തുടർച്ചയായി ഓർഡർ ലഭിക്കുന്നു. റീസെൻ്റ്ലി NTPC ഗ്രീൻ എനർജിയിൽ നിന്നും 1166 മെഗാവാട്ട് വിൻഡ് എനർജി ഓർഡർ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതുവഴി സുസ്ലോൺ എനർജിയുടെ ഓർഡർ ബുക്ക് 5.1 ജിഗാവാട്ടിലേക്ക് ഉയരുകയും ചെയ്തു. സുസ്ലോൺ എനർജി ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കൂടാതെ കമ്പനിയുടെ മാനേജ്മെന്റിലും മാറ്റം വന്നിട്ടുണ്ട്. കമ്പനിയുടെ CEO ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പെർസ്യൂ ചെയ്യുന്നതിന് വേണ്ടി സുസ്ലോൺ എനർജിയിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പ്രോഫിറ്റ് 102 കോടിയിൽ നിന്നും 200 കോടിയായി, അതായത് 95.72% വർദ്ധിച്ചിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 47% വർദ്ധിച്ച് 1417 കോടിയിൽ നിന്നും 2092 കോടിയായി ഉയർന്നു. കമ്പനിയുടെ EBITDA 294 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്ക്. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിന് അടുത്ത് ലഭിക്കുന്നു. 50 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്. സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് സോളാർ മൊഡ്യൂൾ, വിൻഡ് ടർബൈൻ എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ സ്റ്റോക്ക് 1.67% ഉയർന്ന് 1493 ക്ലോസിംഗ് നൽകി. 2.36 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ എനർജി പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ 20,000 മെഗാവാട്ടിലധികം എനർജി പോർട്ട്ഫോളിയോയുണ്ട്. കൂടാതെ കമ്പനി പല ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് 30%-ലധികം ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 2173 രൂപയാണ് അദാനി ഗ്രീൻ എനർജിയുടെ 52 വീക്ക് ഹൈ. അവിടെ നിന്നും സ്റ്റോക്ക് 31% ഡിസ്കൗണ്ടിൽ 1493 ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം സ്റ്റോക്കിൽ 15%-ലധികം കറക്ഷനും വന്നു കഴിഞ്ഞു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം അദാനി ഗ്രൂപ്പിൽ നിന്നും വന്ന സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ അദാനി ഗ്രൂപ്പ് അമേരിക്കയിൽ ഗ്രീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി $10 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. 2025 $1.3 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു പ്ലാനും അദാനി ഗ്രൂപ്പിലുണ്ട്. ഇതിൽ ഏകദേശം $3 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലായിരിക്കും വരിക. പ്രധാനമായും സോളാർ മൊഡ്യൂൾസ്, വിൻഡ് ടർബൈൻ, ഹൈഡ്രജൻ ഇലക്ട്രോലൈസർ തുടങ്ങിയവ സെറ്റപ്പ് ചെയ്യുന്നതിനായിരിക്കും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2050 ഡീകാർബണൈസേഷൻ എന്ന ടാർഗറ്റും അദാനി ഗ്രൂപ്പിന് മുന്നിലുണ്ട്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് സപ്പോർട്ട് പ്രൈസിൽ 1500 ലഭിക്കുന്നു. 1500 എന്ന സപ്പോർട്ട് നഷ്ടമായതുകൊണ്ട് സ്റ്റോക്കിൽ കറക്ഷൻ വരികയാണെങ്കിൽ 1250 ആയിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. സപ്പോർട്ട് പ്രൈസിൽ സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നവർക്ക് ഈ 2 പ്രൈസും കൺസിഡർ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് അയണോക്സ് വിൻഡ്.
2009 എസ്റ്റാബ്ലിഷ്ഡ് ആയ അയണോക്സ് വിൻഡ് ടർബൈൻ ജനറേറ്ററുകൾ നിർമ്മിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 24,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 129.46. സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 28% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അയണോക്സ് വിൻഡിന്റെ 52 വീക്ക് ഹൈ 262 ആയിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 15% കറക്റ്റ് ആവുകയും 52 വീക്ക് ഹൈയിൽ നിന്നും 28% കറക്റ്റായി 189 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അയണോക്സ് വിൻഡ് എന്ന കമ്പനിക്കും തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. റീസെന്റ് കണ്ടിന്യം ഗ്രീൻ എനർജിയിൽ നിന്നും കമ്പനിക്ക് 87 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ടേൺകീ പ്രോജക്റ്റ് ലഭിച്ചിരുന്നു. കൂടാതെ ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പല ടേൺകീ പ്രോജക്റ്റുകളും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവഴി കമ്പനിയുടെ ഓർഡർ ബുക്ക് 3.4 ജിഗാവാട്ടായി ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും അയണോക്സ് വിൻഡ് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 161% വർദ്ധിച്ച് 25 കോടിയിൽ നിന്നും 41.92 കോടിയായി ഉയരുകയും ചെയ്തു. 190 ട്രേഡ് ചെയ്യുന്ന അയണോക്സ് വിൻഡിനെ സംബന്ധിച്ചിടത്തോളം 175 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 175 സ്റ്റോക്കിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്